ഉള്ളിയും പുളിയും വെച്ചിട്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോകട്ടോ. ഒരു കപ്പ് ഉള്ളി, അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് വാളമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാണ്. അതിന്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട്, പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പുളിയുടെ ആ മിക്സ്ചറിലെ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നമ്മൾ പച്ചക്കല്ല അരച്ചേക്കണം. അപ്പൊ അതിന്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറണം. അപ്പൊ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. അതിന്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിയാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, പൊടികളുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്നവരെ നന്നായിട്ട് വഴറ്റാം. ഇപ്പൊ കംപ്ലീറ്റ് വാട്ടർ കണ്ടന്റൊക്കെ പോയിട്ടുണ്ട്, നന്നായിട്ട് വഴറ്റിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കാം. ടേക്ക് കെയർ, ബൈ.